ഹായ് മക്കളെ, നിങ്ങളൊക്കെ കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റഡി പ്ലാൻ ഇതാ വന്നിരിക്കുകയാണ്. അതായത് 2024 നീറ്റ് +2 പരീക്ഷയുടെ കൂടെ തന്നെ ഫസ്റ്റ് ചാൻസിൽ എഴുതി ക്ലിയർ ചെയ്യാനുള്ള നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ദ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഇത് കേട്ടോ. ഒരു സംശയമുണ്ട, ദിസ് വിൽ ബി ദ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ. എന്തുകൊണ്ടാണ് ഇതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമും അതേപോലെ തന്നെ നിങ്ങളുടെ ഫെബ്രുവരിയിൽ നടക്കുന്ന മോഡൽ എക്സാമും ലാബ് എക്സാമുകളും അതേപോലെ തന്നെ നിങ്ങളുടെ +2 ഫൈനൽ എക്സാമും കൺസിഡർ ചെയ്തുകൊണ്ട് അതിനൊന്നും മാർക്ക് കുറയാത്ത രീതിയിലാണ് ഇതിലുള്ളത് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും ദിസ് വിൽ ബി ദ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ. അവസാനം വരെ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ട് ഇഷ്ടപ്പെടുന്നില്ല അതിന് മുന്നേ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തോ, ഫ്രണ്ട്സിന് എന്തായാലും ഇഷ്ടപ്പെടും. സോ ദ അൾട്ടിമേറ്റ് സ്റ്റഡി പ്ലാൻ ടു ക്രാക്ക് നീറ്റ് 2024 ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം മക്കളെ. അതായത് നിങ്ങളുടെ ലൈഫിലെ ഇനി അങ്ങോട്ടുള്ള ഫേസസ് എന്താണ്, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫ് ഞാൻ 5 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ വീഡിയോ എന്നാ കാണുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു November 20 ഞാൻ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുന്നു. ചിലപ്പോൾ അതെന്തായിരിക്കും November 10 നിങ്ങൾ കാണുന്നത്, ചിലപ്പോൾ November 30 ആയിരിക്കും കാണുന്നുണ്ടാവുക. സോ അതിനനുസരിച്ച് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യണം. ആൻഡ് ദ എൻഡ് ഡേറ്റ് ഈസ് May 5th. ഓക്കെ, അതായത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് November 20 മുതൽ December 5 വരെയാണ്. എന്താ ആ ഫേസിന്റെ പ്രത്യേകത? അതായത് December 10 ശേഷം ഡേറ്റ് വന്നിട്ടില്ല, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വരും. ഓൾമോസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു December 15 ഒരു 20 ഇടയിലായിരിക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാം തുടങ്ങി അവസാനിക്കുക എന്നാണ്. സോ November 20 മുതൽ December 5 വരെയാണ് ഫസ്റ്റ് ഫേസ്. എന്താ സാറേ 5 എന്താക്കുന്നത്? എടാ, ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 10 ദിവസം തരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് December 6 to December 20 ആണ്. ഇതെന്താണ്? ഇത് പൂർണ്ണമായിട്ടും ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്, നീറ്റിന് വേണ്ടിയിട്ടല്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പോകുന്നത്. അതായത് December 6 ക്രിസ്മസ് എക്സാം തുടങ്ങുന്നതിന് ഒരു 10 ദിവസമെങ്കിലും മുമ്പായിരിക്കും നമ്മൾ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുന്നത്. December 20 ചെറിയ ട്വീക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ 21 പരീക്ഷ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മനുഷ്യ സഹജമായി തെറ്റായിട്ട് കരുതണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഫേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് February 5 വരെയുള്ള ദിവസങ്ങളാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് February 5 വരെയുള്ള ദിവസങ്ങളാണ്. എന്താ ഈ February 5 പ്രത്യേകത? February 15 നിങ്ങളെ മോഡൽ എക്സാം തുടങ്ങുകയാണ്. സോ മോഡൽ എക്സാമിന് മുമ്പ് 10 ദിവസം കൂടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ February 5 മുതൽ February 6 മുതൽ നിങ്ങളുടെ +2 ഫൈനൽ എക്സാം March 25 കഴിയുന്നത് വരെ നമ്മൾ നീറ്റേ നോക്കുന്നില്ല, നമ്മൾ ബോർഡ് എക്സാം നോക്കാനുള്ള കൃത്യമായ ഗ്യാപ്പ് അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റഡി ലീവുകളൊക്കെ അതൊന്നും നമ്മൾ നീറ്റ് നോക്കുന്നില്ല. ആൻഡ് ലാസ്റ്റ് ദ ഫൈനൽ ഫേസ്, നിങ്ങൾ അടുത്ത വർഷം അടുത്ത ജൂണിൽ നിങ്ങൾ എവിടെ ഉണ്ടാവുമെന്ന് തീരുമാനിക്കുന്ന ദ അൾട്ടിമേറ്റ് ഫൈനൽ ഫേസ് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് May 5 നിങ്ങളുടെ പരീക്ഷ തുടങ്ങുന്ന വരെയുള്ള ദിവസം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് വീണ്ടും ഇതിലെ ചില ഡേറ്റുകൾ എന്ത് ചെയ്യണം, നമുക്കൊന്നും കൂടി റീവിസിറ്റ് ചെയ്യണം. കാരണം ഈ 2 ഡേറ്റുകൾ, അതായത് December 6 മുതൽ December 20 വരെയും അതേപോലെ തന്നെ February 6 മുതൽ March 25 വരെയും, February 6 മുതൽ March 25 വരെയും എന്താണ്, നമ്മൾ നീറ്റിന് പഠിക്കുന്നില്ല. ബാക്കി ദിവസങ്ങൾ മാത്രമാണ് എന്തുള്ളത്, നമുക്ക് മുന്നിൽ നീറ്റിന് വേണ്ടി പഠിക്കാൻ ഉള്ള ദിവസങ്ങൾ. ആൻഡ് ഇതിലെന്തുണ്ട്, ചെറിയൊരു കാര്യം നിങ്ങൾ നോക്കണം. ഈ 15 ഈ സംഭവം എന്താ, ഇതെന്നോട് തെറ്റിപ്പോയതാട്ടോ. ഇതെന്താ സംഭവം? അത് ഈ ദിവസങ്ങൾക്കുള്ളിൽ എത്ര ദിവസം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് November 20 മുതൽ December 5 വരെ 15 ദിവസമുണ്ട്. December 6 മുതൽ December 20 വരെ 15 ദിവസമുണ്ട്. കാര്യം മനസ്സിലായി, എത്ര ദിവസമാണെന്ന് അറിയില്ല. എത്ര ദിവസമാണ്, ദിസ് ഇസ് ധാരാളമാണ്. പ്രത്യേകിച്ച് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ഇത്രയും സൈക്കിളിൽ നമ്മൾ ആകെ +2 മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കി February 5 കൂടി +2 ടോപ്പിക്സ് നമ്മൾ നീറ്റ് ലെവലിൽ പഠിക്കും. പിന്നെ ഇതിന് ഇത്രയും ദിവസം തന്നെ വേണമെന്നുള്ള സംശയം അല്ലേ? സോ അതാണ് ശ്രദ്ധിച്ചേക്കുക സ്റ്റഡി പ്ലാൻ. ഓക്കെ, റെഡി. ഇനി സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് എടുക്കണം. ചാപ്റ്റേഴ്സ് ഇതാണ് സാറേ +1 നിങ്ങളുടെ ചാപ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഇതാണ് +2 നിങ്ങളുടെ ചാപ്റ്റേഴ്സ്. നീറ്റ് നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾ പ്രത്യേകം സാറേ 9 ചാപ്റ്റർ ആയിരുന്നില്ലേ +1, അതൊക്കെ +2 10 ചാപ്റ്റർ. എന്താ സംഭവിച്ചത്? എടാ പി ബ്ലോക്ക് വന്നിട്ടില്ലേ, +1 1 കൂടി +2 എന്ത് ചെയ്തു, കെമിസ്ട്രിയിലൊന്നും. സോ അത്ര പോലും നമ്മൾ കോംപ്രഹെൻസീവ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 37 ചാപ്റ്റേഴ്സ് ആണ് +2 നമുക്ക് +2
ചാപ്റ്റേഴ്സ് ബോർഡ് എക്സാമിന് മുമ്പ് പഠിക്കാൻ എത്ര ദിവസം ഉണ്ട് നോക്കാം. യെസ്, November 20. നിങ്ങളിത് നവംബർ അതിനേക്കാൾ നേരത്തെയാണ് തുടങ്ങുന്നതെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂടും, കുറച്ച് ലേറ്റ് ആയി കുറയും. യെസ്, പക്ഷെ ഒരു ആവറേജ് എടുത്ത് ഇപ്പോൾ November 20 10 മുതൽ December 5 വരെ 15, ഇവിടെ 47. 15 47 എത്രയാടാ? 62 ദിവസങ്ങളുണ്ട്. 62 ദിവസങ്ങളും 37 ചാപ്റ്റേഴ്സും. അപ്പം ഒരു ദിവസം 2 ദിവസത്തിൽ ഒരു ചാപ്റ്റർ പഠിച്ചാൽ പോലെ അതാ 74. എടാ നോക്കടാ, ഇവിടെ ഒരു പ്രത്യേക ഡേ ഉണ്ട്. ഏതാണ് ആ ഡേ? December 21 മുതൽ December 31 വരെയുള്ള 10 ദിവസങ്ങൾ. ആ ദിവസങ്ങൾക്ക് എന്താ പ്രത്യേകത? അത് നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ ആണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ദിവസം ഒരു പാഠം എന്നുള്ള രീതി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു പാഠം പഠിച്ചു തീർത്താം. അതായത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? തിയറി പഠിച്ചു തീർക്കുക, നാളെ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും ഇന്ന് തിയറി നാളെ ക്വസ്റ്റ്യൻ, ഇന്ന് തിയറി നാളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് +2 മുഴുവൻ തീർക്കാം. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് സംശയം, സാർ ഇതെങ്ങനെ പഠിക്കാം? ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് +2 തീർക്കാൻ പറ്റും. ഇത് വേറെ ഒന്നും കേട്ടോ, ഇത് മൈൻഡ് സെറ്റിന്റെ കളിയാണ്, ഡിറ്റർമിനേഷന്റെ കളിയാണ്, ഹാർഡ് വർക്കിന്റെ കളിയാണ്. അപ്പൊ എന്താ, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. സോ അങ്ങനെ നിങ്ങൾ +2 തീർത്ത് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ എന്താ, നിങ്ങൾക്ക് അതിന് കുറേ ക്വസ്റ്റ്യൻസ്, സാറേ ചില ചാപ്റ്റേഴ്സ് മിസ്സായിപ്പോയി, അതൊക്കെ ഇതിന്റെ ഗ്യാപ്പിൽ എടുക്കാം. കാരണം എന്താ, February 21 നിങ്ങളെ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് 8 ദിവസം ഉണ്ട് നിങ്ങളെ ഫിസിക്സിന്. ആ ദിവസങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചില +2 ചാപ്റ്റേഴ്സിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഫിസിക്സിന്റെ, ബയോളജിയുടെ ചെയ്യാം. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും. പക്ഷെ എന്താണ്, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയേ പറ്റുള്ളൂ. റെഡി അല്ലേ? കാര്യം ക്ലിയർ അല്ലേ? ഇനിയോ ഇവിടെ എന്തുണ്ട്? മാർച്ച് 26 മുതൽ May 5 വരെയുള്ള 41 ദിവസങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? +1 43 പാഠങ്ങൾ പഠിക്കാൻ. സാർ ഒരു ദിവസം ഒരു പാഠം അത് തീർക്കാം. പക്ഷെ സാറേ വേറൊരു പ്രശ്നമില്ലേ, കുറച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതണ്ടേ? മോക്ക് ടെസ്റ്റ് ഒക്കെ ഇത് നിങ്ങൾ 41 ദിവസം കൂട്ടരുത്, നിങ്ങൾ 30 ദിവസമേ കൂട്ടാവുള്ളൂ. അവസാനത്തെ 10 ദിവസം നമ്മൾ എന്ത് ചെയ്യും? 10 720 മോക്ക് ടെസ്റ്റുകൾ നടത്തും. റിവിഷന്റെ ദിവസങ്ങളായിരിക്കണം. അപ്പൊ 30 ദിവസത്തിൽ 43 ചാപ്റ്റർ പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു സംശയമില്ലടാ, പഠിക്കാൻ പറ്റും. അതായത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ക്രാഷ് എന്ന് പറയുന്നത് ഈ 30 ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ മൊത്തമുള്ള 70ന്റെ മുകളിൽ ചാപ്റ്റർ പഠിക്കുന്നതാ. രാവിലെ ഒരു ചാപ്റ്റർ, ഉച്ചക്കൊന്നും, വൈകുന്നേരം ഒരു ഗുളിക കുടിക്കുന്ന പോലെ. അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ +2 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സമയം, ഒരു 2 ദിവസം, അത് ആ സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു 2 മണിക്കൂർ +2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ കൊടുക്കും. ഒരു പാഠം +1 പഠിക്കും. അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുറച്ച് കോൺഫിഡൻസ് വന്നില്ലേ? ഇല്ല സാറേ, കുറച്ചും കൂടെ സമയം ഉണ്ടെങ്കിൽ എടാ ഇവിടെയൊക്കെ സ്ക്യൂസിൻ ചെയ്യടാ. ഈ 15 ദിവസം മാറ്റി നിങ്ങൾ എന്ത് ചെയ്ത് നോക്കി? ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതുപോലെ എന്താ, പരീക്ഷേന്റെ തലേന്ന് മാത്രം പഠിച്ചു നോക്ക്. മാരത്തോൺ മാത്രം കണ്ടാൽ എന്താ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതാ മതി എന്നങ്ങോട്ട് വിചാരിക്കുക. കാരണം എന്താ, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 2024 ജൂണിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒന്നിൽ നിങ്ങൾ പഠിക്കും. അതിനുവേണ്ടി ക്രിസ്മസ് എക്സാമിന്റെ കുറച്ച് 2-3 മാർക്ക് പോകുന്നത് വിട്ടുകളാ പിള്ളേച്ച. സോ ഇതാണ് സ്റ്റഡി പ്ലാൻ. സോ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു, സാർ ഇതെങ്ങനെ പഠിക്കുന്നു നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നേരെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സോഴ്സുകൾ ഇന്റർനെറ്റിലൊക്കെ ആവശ്യത്തിലധികം ഉണ്ട്. വേണേ 1-2 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇനി അങ്ങനെയല്ല, ഒരാൾ കൃത്യമായി ഗൈഡ് ചെയ്ത് തരണം, ഓരോ ദിവസം ഏത് പാഠം പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളുടെ നീറ്റ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇപ്പം തന്നെ ഈ നമ്പറിൽ വിളിക്കാം. ഞങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ തിയറി തരും, ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നാളെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തരും. ആൻഡ് നാളെ രാത്രി നിങ്ങൾക്ക് അതിൻ്റെ ലൈവായിട്ട് നമ്മൾ ടീച്ചേഴ്സ് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ 2 ദിവസത്തിൽ ഒരു പാഠം വെച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്, പഠിച്ച് തീർക്കാൻ പോവാണ്, നീറ്റ് ക്ലിയർ ചെയ്യാൻ പോവാണ്, 650ന്റെ മുകളിൽ മാർക്ക് നേടാൻ പോവാണ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. വിടരുത് പിള്ളേച്ച. എന്താണ്, മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. റിസൾട്ട് വരും, അറ്റ്ലീസ്റ്റ് നമ്മളെ പാരൻസിനെ കെട്ടിപ്പിടിച്ച് നമുക്ക് പറയാൻ പറ്റും, അമ്മ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇതാണ് അതിൻ്റെ ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ. ശരി.